ബംഗളൂരുവിൽ സ്ത്രീയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ ഒഡീഷയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി ബംഗളൂരു പോലീസ്. ബംഗളൂരുവിൽ ഫ്രിഡ്ജിനുള്ളിൽ നിന്നാണ് യുവതിയുടെ ഛിന്നഭിന്നമായ മൃതദേഹം കണ്ടെത്തിയത്. ഒപ്പമുണ്ടായിരുന്ന ആൺസുഹൃത്തിനെ പോലീസ് തിരയുകയായിരുന്നു. ഇതിനിടെയാണ് ഇയാളുടെ മരണവാർത്ത സ്ഥിരീകരിക്കുന്നത്. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തതായും പോലീസ് വ്യക്തമാക്കുന്നു. ഭദ്രക് ജില്ലയിൽ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. സംഭവ സ്ഥലത്ത് നിന്ന് ലോക്കൽ പോലീസ് ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തു. മുക്തി രഞ്ജൻ റായ് എന്നയാളുടെ മൃതദേഹമാണ് കണ്ടെടുത്തത്. പിന്നാലെ സംഭവ സ്ഥലത്ത് നിന്ന് ഒരു ബാഗും നോട്ട്ബുക്കും സ്കൂട്ടിയും കണ്ടെടുത്തു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ബംഗളൂരു സ്വദേശിനിയായ മഹാലക്ഷ്മിയെ കൊലപ്പെടുത്തി മൃതദേഹം കഷണങ്ങളാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നെന്ന് റായ് എഴുതിയതെന്ന് കരുതപ്പെടുന്ന ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. റായിയുടെ മൃതദേഹം കണ്ടെത്തിയപ്പോൾ ഇയാൾ ആരാണെന്ന് ഒഡീഷ പോലീസിന് അറിയില്ലായിരുന്നു. വൈകുന്നേരം ബംഗളൂരു പോലീസ് വിളിച്ച് റായ് എവിടെയാണെന്ന് ചോദിച്ചപ്പോഴാണ് കൊലപാതക കേസ് പ്രതിയാണെന്ന് ഒഡീഷ പോലീസിന് മനസ്സിലായത്. 2 ദിവസമായി റായിയെ കണ്ടെത്താനും സഹോദരനെ കസ്റ്റഡിയിലെടുക്കാനും ബംഗളൂരു പോലീസ് ശ്രമിച്ചിരുന്നു. സഹോദരന്റെ മരണത്തെക്കുറിച്ച് ഒഡീഷ പോലീസിൽ നിന്ന് റായിയുടെ സഹോദരൻ വിളിച്ചപ്പോൾ അദ്ദേഹം ബംഗളൂരു പോലീസിനെ അറിയിച്ചു. സെപ്റ്റംബർ 21-നാണ് 29-കാരിയായ മഹാലക്ഷ്മിയുടെ മൃതദേഹം 32 കഷ്ണങ്ങളാക്കിയ നിലയിൽ ഫ്ളാറ്റിലെ ഫ്രിഡ്ജിൽ കണ്ടെത്തിയത്. ബംഗളൂരുവിലെ വൈലിക്കാവൽ പ്രദേശത്തെ ഒറ്റമുറി അപ്പാർട്ട്മെന്റിലാണ് മഹാലക്ഷ്മി താമസിച്ചിരുന്നത്. അവർ വിവാഹിതയായിരുന്നുവെങ്കിലും ഭർത്താവുമായി വേർപിരിഞ്ഞാണ് താമസം. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.